ഈ ശശിയെ പുറത്താക്കിയാലോ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു വന്നാലോ കോൺഗ്രസ് സ്വീകരിക്കും. എന്താ സംശയമുണ്ടോ? എന്താ ശശിക്ക് എന്താ വിലക്കുള്ളത്? അദ്ദേഹം MLA ആയിരുന്നു, ഇപ്പൊ KTDC ചെയർമാനാണ്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ പാർട്ടിയായിട്ട് പിണങ്ങി വരികയാണ്, അല്ലെ ആ തെറ്റി വരികയാണ്, അല്ലെങ്കിൽ വിഭാഗീയതയുടെ പേരിൽ പുറത്താക്കുകയാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഞങ്ങൾ ആലോചിക്കും. ശ്രീകണ്ഠൻ MP ഇപ്പോൾ മീഡിയ കൊണ്ടൊപ്പം ചേരുകയാണ്. ഇപ്പം പാലക്കാട് ശശി വിവാദമാണ് ഇപ്പം നിൽക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടത്തിയിട്ടുണ്ടോ? കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച അധികമായി നടത്തിയിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ ചർച്ച നടന്നാലും ഇപ്പം അത് വെളിപ്പെടുത്താനും കഴിയില്ല. മറ്റൊരു വിഷയം, ഇവിടെ PK ശശിയുമായി ബന്ധപ്പെട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് CPM-ലാണ്. നിങ്ങൾ CPM-ന്റെ നേതൃത്വത്തോട് ചോദിക്കണം. ശശി അവിടെ UDF-ന്റെ നഗരസഭയുടെ ഒരു പൊതുപരിപാടിയിലാണ് പങ്കെടുത്തത്. ശശിയോടൊപ്പം വേറെയും 2-3 കൗൺസിലർമാരുണ്ടായിരുന്നു. അവര് ജനപ്രതിനിധികൾ CPM-ന്റെ അവരെല്ലാം പങ്കെടുത്തു. ഇദ്ദേഹം പങ്കെടുത്തതിനെതിരായിട്ടാണ് വലിയ തോതിലുള്ള പരാമർശവും എതിർപ്പൊക്കെ ഉണ്ടായത്. പിന്നെ കഴിഞ്ഞ ദിവസം CPM-ന്റെ പാർട്ടി ഓഫീസിന് മുമ്പിൽ CPM-ന്റെ അനുഭാവി തന്നെ പടക്കം പൊട്ടിച്ചതിന് CPM-കാർ തന്നെ ശശിനെ പരോക്ഷമായിട്ട് വെല്ലുവിളിച്ച് കൈയും തലയും വെട്ടുമെന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, അപ്പൊ CPM-ൽ എത്രത്തോളം വിഭാഗീയത ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അതാണ്. പൊതുനിരത്തിലാണ് വെല്ലുവിളി. അത് ചെറിയ വെല്ലുവിളിയല്ല, കൈയും തലയും വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഇവിടുത്തെ നിയമ സംവിധാനം പ്രശ്നമല്ല, ആ പാർട്ടിയിലെ ആഭ്യന്തര വഴക്ക് അതിരൂക്ഷമാണ്. അതുകൊണ്ട് മണ്ണാർക്കാട് ഓഫീസിന് മുമ്പിൽ പടക്കം പൊട്ടിച്ചത് ഒരു CPM-ന്റെ അനുഭാവിയാണ്. CPM ഓഫീസിന് മുമ്പിൽ പടക്കം പൊട്ടിച്ചത്. എന്റെ അഭിപ്രായത്തിൽ ഇനി പാലക്കാട് ജില്ലയിൽ പല ഓഫീസിന്റെ അകത്തും പടക്കം പൊട്ടും. അത് ഈ കരിമരുന്ന് പ്രയോഗമല്ല, ആ പടക്കല്ല, പാർട്ടിക്കകത്തെ പൊട്ടിത്തെറികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് മണ്ണാർക്കാട് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഈ ജില്ലയിൽ മുഴുവൻ പാർട്ടിയിൽ വലിയ തോതിലുള്ള വിഭാഗീയത നിൽക്കുകയാണ്. ജില്ലാ നേതൃത്വത്തിനെതിരെ, സംസ്ഥാന നേതൃത്വത്തിനെതിരെ, CPM-ന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ, സർക്കാരിന്റെ വികലമായ ജനദ്രോഹത്തിനെതിരെ എല്ലാം അതിശക്തമായ പ്രതിഷേധമുണ്ട്. അത് ഇനിയുള്ള നാളുകളിൽ മറനീക്കി പുറത്തു വരും. ശശി കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പാലക്കാട് നിന്ന് വീണ്ടും നിരവധി പാർട്ടി പ്രവർത്തകർ ഉണ്ടാകും, കോൺഗ്രസിലേക്ക് ഉണ്ടാകുന്നതാണ്. ശശി കോൺഗ്രസിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അയാൾ CPM-ന്റെ നേതാവാണ്, CPM-ലെ ഭാരവാഹിയാണ്, ജില്ലാ നേതൃത്വം അദ്ദേഹത്തെ മെമ്പറാണ്. തള്ളട്ടെ, തള്ളുമ്പോ അപ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് ആലോചിക്കാമല്ലോ. അങ്ങനെ CPM ഇത്തരത്തില് നടപടിയെടുക്കുകയാണെങ്കിൽ ആ നടപടിയെടുത്തവർക്ക് കോൺഗ്രസിലേക്ക് വരാൻ ഒരു തടസ്സമില്ല. CPM നടപടിയെടുത്തവരാണെങ്കിൽ CPM-നെതിരായിട്ട് ആശയപരമായ അഭിപ്രായ വ്യത്യാസം കൊണ്ട് പുറത്തു വരുന്നവരും ഞങ്ങൾ സ്വീകരിക്കും. കോൺഗ്രസിന്റെ ആശയം അവർ ഉൾക്കൊള്ളണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ശശിയെന്നോ അല്ലെ മറ്റൊരാളൊന്നുമില്ല, എത്രയോ നേതാക്കന്മാര് പാർട്ടി വിടാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ ശശിയെ പുറത്താക്കിയാലോ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തു വന്നാലോ കോൺഗ്രസ് സ്വീകരിക്കും. എന്താ സംശയമുണ്ടോ? എന്താ ശശിക്ക് എന്താ വിലക്കുള്ളത്? അദ്ദേഹം MLA ആയിരുന്നു, ഇപ്പൊ KTDC ചെയർമാനാണ്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ പാർട്ടിയായിട്ട് പിണങ്ങി വരികയാണ്, അല്ലെ ആ തെറ്റി വരികയാണ്, അല്ലെങ്കിൽ വിഭാഗീയതയുടെ പേരിൽ പുറത്താക്കുകയാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഞങ്ങൾ ആലോചിക്കും. സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ വേറെ നേതാക്കന്മാരും പാർട്ടിയിലേക്ക് വരുമെന്ന് നിങ്ങൾ ശശിയിലേക്ക് കേന്ദ്രീകരിച്ചോ? അതല്ലാതെ മറ്റു പല നേതാക്കന്മാരാണ് ഇപ്പോ ചർച്ചയിൽ ഉള്ളത്. അപ്പൊ അത് സമയമാകുമ്പോൾ അറിയിക്കാം. ഈ CPI ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, ഈ ശശി നേരത്തെ തന്നെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ്. ഇപ്പൊ താങ്കൾ മത്സരിച്ച സമയത്ത് MP രാജേഷിനെ പരാജയപ്പെടുത്താൻ എന്ന് വെച്ചാൽ താങ്കളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അന്ന് തന്നെ നടത്തുന്ന ഒരാളാണെന്നാണ് CPI ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം ആ പാർട്ടി ഒരു നോക്കുകുത്തിയെന്നല്ലേ? സ്വന്തം പാർട്ടിക്കെതിരായിട്ട് പ്രവർത്തിച്ച ഒരാളെ വെച്ചു പൊറുപ്പിക്കുന്ന പാർട്ടിയുടെ ആ നയവും പരിപാടികളെ കുറിച്ച് ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടല്ലേ? ഞങ്ങളെ പാർട്ടിയിലൊക്കെയാണ് അങ്ങനെ പരസ്യമായിട്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി അപ്പൊ പുറത്താക്കിയിട്ടുണ്ടാവും. അതിന് പറ്റിയ നേതൃത്വമാണ് ഞങ്ങളുടെ. അപ്പൊ CPM നേതൃത്വത്തിന്റെ ബലഹീനതയായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. CPI ഇക്കാര്യം CPM-നെ അറിയിച്ചപ്പോഴും അത് നടപടി എടുത്തില്ല എന്നുള്ളതാണ്. അത് LDF-ലെ കാര്യമാണ്. CPI-ക്കും CPM-ഉം തമ്മിൽ പല അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ വൈകുന്നേരമായ അവരൊന്നാണ്. ഈ രണ്ട് പാർട്ടിയിലും ശക്തമായ വിഭാഗീയത ഉണ്ട് പാലക്കാട്. നിങ്ങൾക്കറിയാം, CPI-യിലുണ്ട് CPM-ലുണ്ട്. അത് മറന്നീക്കി പുറത്തു വരാൻ പോകുകയാണ്. കാരണം ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോവുക, അടുത്ത അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുക. അടുത്ത 5 വർഷത്തേക്ക് എന്താകണം കേരളം എന്ന് ആലോചിക്കുമ്പോൾ
ഗൗരവമായിട്ട് ചിന്തിക്കുന്നവർ CPM-ലുണ്ട്. ഈ പാർട്ടിയുടെ ഈ വിഗതിയിൽ, ഈ ദുഷ്ടലാക്കോടുള്ള പ്രവർത്തനങ്ങളിൽ, നേതാക്കന്മാരുടെ ഏകാധിപത്യ പ്രവണതയിൽ അതിശക്തമായ വിയോജിപ്പ് താഴെത്തട്ട് മുതൽ മുകൾ തട്ട് വരെയുണ്ട്. അപ്പൊ അത് പ്രയോജനപ്പെടുത്താൻ ഇത്തവണ ശക്തമായിട്ട് ആലോചിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. NN കൃഷ്ണദാസ് പറഞ്ഞത് ഈ കോൺഗ്രസിൽ നിന്ന് പല ആളുകളും CPM-ലേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വന്നിട്ടുണ്ട്. അവരുടെ കുപ്പായം അവിടെ ഓഫീസിലുണ്ട്. ആ കുപ്പായം ഇടിയിപ്പിക്കാനായി കോൺഗ്രസ് CPM നേതാക്കളുടെ പിറകെ നടക്കുകയാണ്. ഒരാളെ പോലും കിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴാണ് കൃഷ്ണദാസ് ഈ കുപ്പായം തേപ്പിക്കുന്ന പണി തുടങ്ങി അറിയില്ല. കാരണം അദ്ദേഹം കുറെ വർഷം ജില്ലയിലെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വരെ CPM എന്നുള്ള പാർട്ടി ഒതുക്കി മൂലക്കിരുത്തിയിരിക്കുകയാണ്. അദ്ദേഹം വല്ല കുപ്പായം തയ്ക്കുന്നത് നന്നായിരിക്കും, പുതിയ കുപ്പായം ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിൽ നിന്നും മാറിയെന്ന് പറഞ്ഞവരെ രാഖി രാമാനം കാലുമാറ്റി കൂറുമാറ്റി കൊണ്ടുപോയി കുപ്പായം ഇടിപ്പിച്ചതാ. ഇതല്ല, ഞങ്ങൾ ആരും അറിയാണ്ട് രാത്രി പോയി കുപ്പായം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. പരസ്യമായി സുതാര്യമായി കുപ്പായം മാറി വരുന്നവരെ സ്വീകരിക്കുന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ PK ശശി പാർട്ടിയിൽ നിന്ന് പുറത്തുവരികയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുകയോ ചെയ്താൽ സ്വാഭാവികമായും തീർച്ചയായിട്ടും കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിക്കും. അദ്ദേഹം മാത്രമല്ല, പല ആളുകളും, പല പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ കോൺഗ്രസിലേക്കും UDF-ലേക്കും വരാനായി തയ്യാറായി നിൽക്കുന്നു എന്നുകൂടി ശ്രീകണ്ഠൻ MP പറയുകയാണ്. അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 പാലക്കാട്.